ഒരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ചാപ്റ്ററിൻ്റെ പേര് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഡെയിലി ലൈഫിൽ ധാരാളമായിട്ട് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അയൺ, അലുമിനിയം, കോപ്പർ, ഗോൾഡ്, സിൽവർ, അങ്ങനെ വെറൈറ്റി ഓഫ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ മെറ്റലുകളുടെയും സോഴ്സ് എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റാണ്. ഇതിൽ മിക്കവാറും എല്ലാ മെറ്റലുകളും എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എലമെൻ്റൽ ഫോമിലല്ല, കോമ്പൗണ്ടായിട്ട് കമ്പൈൻഡ് ഫോമിലാണ് ഒബ്റ്റെയിൻ ചെയ്യുക. അയൺ പോലുള്ള മെറ്റൽസൊക്കെ മോഡറേറ്റ് റിയാക്ടിവിറ്റി കാണിക്കുന്ന മെറ്റൽസാണ്. അത് ഓക്സിജനും സൾഫറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് മിക്കവാറും അതിൻ്റെ ഓക്സൈഡായിട്ടോ സൾഫൈഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുക. അപ്പോൾ ധാരാളം മെറ്റാലിക് കോമ്പൗണ്ടുകൾ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എർത്ത് ക്രസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ കളക്റ്റീവായിട്ട് അതാത് മെറ്റലുകളുടെ മിനറൽസ് എന്നാണ് വിളിക്കുക. പക്ഷേ ഈ പറഞ്ഞ മിനറൽസ് എല്ലാം തന്നെ നമുക്ക് കൊമേഴ്സ്യലായിട്ട് മെറ്റൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് മിനറൽസാണ്, ഓർ മെറ്റാലിക് കോമ്പൗണ്ടുകളാണ്. ബോക്സൈറ്റും ക്ലേയും. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡാണ്. ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് അലുമിനിയം സിലിക്കേറ്റാണ്. പക്ഷേ ലാഭകരമായിട്ട് നമുക്ക് അലുമിനിയം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു മിനറലല്ല കളിമണ്ണെന്ന് പറയുക. കളിമണ്ണിൽ നിന്ന് അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് TDS ആണ്. അത് എക്കണോമിക്കലി വയബിളല്ല, ലാഭകരമായൊരു പ്രക്രിയയല്ല. അതുകൊണ്ട് നമ്മൾ കളിമണ്ണിൽ നിന്ന് കൊമേഴ്സ്യലായിട്ട് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാറില്ല. എളുപ്പത്തിലും ലാഭകരമായിട്ടും അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു മിനറൽ എന്ന് പറയുന്നത് ബോക്സൈറ്റാണ്. ഇങ്ങനെ ഏത് മിനറലെയാണോ ഇൻഡസ്ട്രികൾ ഒരു ഗിവൺ മെറ്റൽ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ മിനറലിനെ നമ്മൾ ആ മെറ്റലിൻ്റെ ഓർ എന്നാണ് വിളിക്കുക. അപ്പോൾ മിനറൽസ് എന്താണ്, ഓറുകൾ എന്താണ് എന്നാണ് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ക്ലേ ആൻഡ് ബോക്സൈറ്റ്. ക്ലേയും ബോക്സൈറ്റും അലുമിനിയം കോമ്പൗണ്ടുകളാണെങ്കിലും കളിമണ്ണിൽ നിന്ന് അലുമിനിയം ഉൽപ്പാദിപ്പിക്കുക ലാഭകരമല്ല, എളുപ്പവുമല്ല. നേരെ മറിച്ച് ബോക്സൈറ്റ് എന്ന കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയായിട്ടും ലാഭകരമായിട്ടും അലുമിനിയം ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഈ രണ്ട് ഓറുകളിൽ ബോക്സൈറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയലായിട്ട് അലുമിനിയം നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബോക്സൈറ്റിനെ നമുക്ക് അലുമിനിയത്തിൻ്റെ ഓർ എന്ന് വിളിക്കാം. ക്ലേ അത് അലുമിനിയം മിനറൽ മാത്രമാണ്, അത് ഓറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമ്മളിത് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് ഈ പറയുന്ന എല്ലാ ഓറുകളും അസോസിയേറ്റ് ചെയ്യുന്ന കുറേ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. കുഴിച്ചെടുക്കുന്ന ഓറിൻ്റെ കൂടെ കുറേ ആവശ്യമില്ലാത്ത കുറേ കോമ്പൗണ്ടുകളോ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഓറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഈ എർത്തിലി ഇമ്പ്യൂരിറ്റീസ്, അവരെ കളക്റ്റീവായിട്ട് നമ്മൾ ഗ്യാങ് എന്നാണ് വിളിക്കുക. ഗ്യാങ്. ഓറിൻ്റെ കൂടെ കാണപ്പെടുന്ന മാലിന്യങ്ങളുടെ പേരാണ്
നമുക്ക് ആവശ്യമില്ലാതെ റിമൂവ് ചെയ്യേണ്ടി വരുന്ന കമ്പോണൻറ്റുകളുടെ പേരാണ് ഗാങ് എന്ന് വിളിക്കുക. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ ഗോൾഡ്, സിൽവർ പോലുള്ള മെറ്റൽസ്, പ്ലാറ്റിനവും എക്സാമ്പിളാണ്. ഈ പറഞ്ഞ മെറ്റലുകൾ മിക്കവാറും കോമ്പൗണ്ട് ആയിട്ടല്ല, റിയാക്ടിവിറ്റി കുറഞ്ഞതുകൊണ്ട് ഓൾമോസ്റ്റ് എലമെൻ്റൽ ഫോമിൽ തന്നെ നമുക്ക് കുഴിച്ചെടുക്കാം. ഇങ്ങനെ എലമെൻ്റൽ ഫോമിൽ കാണപ്പെടുന്ന മെറ്റാലിക് ഓറുകളെ നേറ്റീവ് ഫോം എന്നാണ് വിളിക്കുക. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കൊരു മെറ്റാലിക് ഓർ കയ്യിൽ കിട്ടിയാൽ ആ മെറ്റാലിക് ഓറിൽ നിന്ന് റിക്വയർഡ് മെറ്റൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല ഇത്. പല സ്റ്റെപ്പുകൾ കടന്ന് ചെന്നിട്ടാണ് നമ്മൾ ഒരു ഇംപ്യുവർ ഓറിൽ നിന്ന് പ്യുവർ മെറ്റൽ സെപ്പറേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളെയും കളക്റ്റീവായിട്ട് മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുക. ഒരു ഇംപ്യുവർ ഓറിൽ നിന്ന് പ്യുവർ മെറ്റൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ കളക്റ്റീവ് നെയിമാണ് മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ്. അതിലേറ്റവും ആദ്യത്തെ പ്രോസസ്സ് ബൾക്ക് സാമ്പിളായിട്ട്, ലംബ് സാമ്പിളായിട്ട് കിട്ടിയ ഓറിനെ ഫൈൻ പൗഡറാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ്. ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമാണ്. കിട്ടിയ ഓറിനെ ഇടിച്ച് പൊടിച്ച് ഫൈൻ പൗഡറാക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷനാണ്. ഓറിനെ ഫൈൻ പൗഡറാക്കി മാറ്റുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കിട്ടിയ പൾവറൈസ്ഡ് ഓറിൽ നിന്ന് ഗാങ് റിമൂവ് ചെയ്ത് ഓറിനെ പ്യൂരിഫൈ ചെയ്യുക. ആ സ്റ്റെപ്പിനെ ഓറിൻ്റെ കോൺസെൻട്രേഷൻ എന്നാണ് പറയുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ കിട്ടിയ ഓൾമോസ്റ്റ് ശുദ്ധമായ ഓറിൽ നിന്ന്, അതൊരു മെറ്റാലിക് കോമ്പൗണ്ടാണ്, മെറ്റലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാം ഘട്ടം എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. ഇപ്പോഴും മെറ്റൽ നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിലും അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലൊന്നും ആവണമെന്നില്ല. അതിൽ വീണ്ടും ഇമ്പ്യൂരിറ്റി ഗാങ് ഉണ്ടാകാം. അപ്പോൾ ഒരു ഫോർത്ത് സ്റ്റെപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട്. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്ട്രാക്റ്റഡ് മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ് വീണ്ടും റിമൂവ് ചെയ്യും, മെറ്റലിനെ വീണ്ടും ശുദ്ധീകരിക്കും. നാലാം ഘട്ടം റിഫൈനിങ് ഓഫ് മെറ്റലാണ്. ഈ 4 ഘട്ടങ്ങളെയും കളക്റ്റീവായിട്ട് നമ്മൾ വിളിച്ച പേരാണ് മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞത്. ഇനി ഇതിലെ ഓരോ ഘട്ടങ്ങളും നമ്മൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. സ്റ്റെപ്പ് 1 വീണ്ടും വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓറിനെ എങ്ങനെ ഇടിച്ച് ഫൈൻ പൗഡറാക്കി മാറ്റാം. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. രണ്ടാം ഘട്ടം ഓറിൻ്റെ കോൺസെൻട്രേഷനാണ്. ഓറിൻ്റെ നേച്ചറും കൂടെ കാണപ്പെടുന്ന ഗാങ്ങിൻ്റെ നേച്ചറും ബേസ് ചെയ്ത് കോൺസെൻട്രേഷനുള്ള പല മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും 4 മാർഗങ്ങളാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിന് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ മാർഗം ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. അതിനെ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നും വിളിക്കാറുണ്ട്. സിമ്പിൾ മീനിങ്ങിൽ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക, വാഷ് ചെയ്യാമെന്നൊരു മീനിങ്ങേ ഉള്ളൂ. ഇവിടെ പ്രത്യേകത ഓർ പാർട്ടിക്കിൾസിനും ഗാങ് പാർട്ടിക്കിൾസിനും കാര്യമായൊരു ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഗ്രാവിറ്റി സെപ്പറേഷൻ വച്ച് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സ്ലോപ്പിംഗ് സർഫസിൽ പൗഡേർഡ് ഓർ എടുത്ത് ടോപ്പിൽ നിന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുക. വെള്ളമൊഴിച്ച് തന്നെ കഴുകുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് പെട്ടെന്ന് വാഷ് ഓഫ് ചെയ്യും. ഓർ പാർട്ടിക്കിൾസ് ഡെൻസിറ്റി കൂടിയതായതുകൊണ്ട്
അവരെ നമുക്ക് ആ ടോപ്പിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം. ഇതേപോലൊരു ഡിവൈസ് വേണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യാം. ഒരു സ്ലോപ്പിംഗ് സർഫസ് പൗഡേർഡ് ഓർ നമ്മൾ സർഫസിൻ്റെ ടോപ്പിൽ നിന്ന് ആഡ് ചെയ്യുന്നു. സ്ലോപ്പിൽ നിന്ന് ടോപ്പിൽ നിന്ന് വെള്ളവും കൂടി ഫീഡ് ചെയ്യുന്നു. ഡെൻസിറ്റി കുറഞ്ഞ ഗാങ് പാർട്ടിക്കിൾസ് ഓർ പാർട്ടിക്കിൾസ് ഏറ്റവും ആദ്യം വാഷ് ഓഫ് ചെയ്ത് താഴെ എത്തും. അവരെ താഴെ നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ. രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ പേര് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ്. പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓർ പാർട്ടിക്കിൾസ് മാഗ്നറ്റിക്കും ഗാങ് പാർട്ടിക്കിൾസ് നോൺ മാഗ്നറ്റിക്കും ആകുമ്പോഴാണ്. അതിന് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഡിവൈസിൽ 2 റോളേഴ്സ് കാണുന്നുണ്ട്. ആ റോളേഴ്സ് നമ്മൾ റോൾ ചെയ്യുന്നൊരു ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് റോളേഴ്സ് റോൾ ചെയ്യുവാണ്. ആ റോളേഴ്സിൽ ഒരു റോളർ മാഗ്നറ്റിക്കാണ്. പൗഡേർഡ് ഓർ ആ ബെൽറ്റിൻ്റെ ടോപ്പിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യും. ബെൽറ്റ് റോൾ ചെയ്ത് ഈ റോളറിൻ്റെ ഈ ഒരു പാർട്ടിലെത്തുമ്പോൾ സ്പീഡിൽ റോൾ ചെയ്യുന്നത് കൊണ്ട് പാർട്ടിക്കിൾസ് ദൂരേക്ക് തെറിച്ച് പോകണം. അങ്ങനെ തെറിച്ച് പോകുമ്പോൾ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ, അത് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അവർ റോളർ കൊണ്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ദൂരേക്ക് തെറിച്ച് പോകും. ഓർ പാർട്ടിക്കിൾസ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതെങ്കിൽ ആ ഓർ പാർട്ടിക്കിളിനെ ഈ ഒരു മാഗ്നറ്റിക് റോളർ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ അത്രയും ദൂരേക്ക് തെറിച്ച് പോകില്ല. അവർ വേറൊരു ഹീപ്പായിട്ട്, വേറൊരു കൂനയായിട്ട് ഇവിടെ കളക്ട് ചെയ്യും. ഇങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വ്യത്യാസമുള്ള ഓറും ഗാങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർഗം വഴി മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അടുത്ത പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് മെത്തേഡാണ്. മെത്തേഡിൻ്റെ പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നാണ്. ഫ്രോത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പതപ്പിക്കുക എന്നർത്ഥമാണ്. ഓറിനെ നമ്മൾ ഫ്രോത്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ വെറ്റിംഗ് ആണ്. വെള്ളം കൊണ്ട് ഗാങ്ങിനെ വെറ്റ് ചെയ്യുക, ഒരു ഓയിൽ ആഡ് ചെയ്ത് ആ ഓയിൽ കൊണ്ട് പ്യുവർ ഓറിനെ വെറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എന്ന് വിളിക്കുക. മെത്തേഡ് വളരെ സിമ്പിളാണ്. പൗഡേർഡ് ഓറിലേക്ക് വെള്ളവും ഒരല്പം പൈൻ ഓയിലും കൂടി മിക്സ് ചെയ്ത് എയർ ബബിൾ ചെയ്ത് ശരിക്കും അവനെ ഇളക്കി മറിക്കുക. ഓയിലും വെള്ളത്തോടെ മിക്സ് ചെയ്ത് ഓറിനെ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഫ്രോത്ത് ഉണ്ടാകും. ആ ഫ്രോത്തിൽ പതയിൽ പറ്റിപ്പിടിച്ച് ഓയിൽ കൊണ്ട് വെറ്റ് ചെയ്യുന്ന ഓർ പാർട്ടിക്കിൾസ് സർഫസിലേക്ക് പോരും. വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യുന്ന ഗാങ് പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ചെയ്യും. ഓറിനെ അവിടുന്ന് സ്കിം ഓഫ് ചെയ്യുക. ഓർ പറ്റിപ്പിടിച്ചിരിക്കുന്ന പതയിലാണ്. പത സ്കിം ഓഫ് ചെയ്ത് ഓറിനെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതാണ് മെത്തേഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ചില ടെക്നിക്കൽ നെയിമുകൾ നമുക്കവിടെ പറയേണ്ടതായിട്ടുണ്ട്.
പ്രിൻസിപ്പിൾ ഞാൻ പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് പ്രിഫറൻഷ്യലി വെറ്റ് ചെയ്യേണ്ടത് പൈൻ ഓയിലുമായിട്ടാണ്, ഓർ അതേപോലുള്ള സബ്സ്റ്റൻസുകളുമായിട്ടാണ്. അല്ലെങ്കിൽ ഓർ പാർട്ടിക്കിളിനെ വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യാതാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ചില ലിക്വിഡ്സ് ഉണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന ലിക്വിഡുകൾക്ക് കളക്റ്റീവായിട്ട് ഒരു പേര് വിളിക്കുന്നുണ്ട്. അവരെ കളക്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. കളക്റ്റേഴ്സ്. ഓർ പാർട്ടിക്കിൾസിൻ്റെ വെള്ളം കൊണ്ടുള്ള വെറ്റിംഗ് തടയുന്ന അടുത്തതായിട്ട് പറയേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. മെത്തേഡിൻ്റെ പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓറിനെ നമ്മൾ ഫ്രോത്ത് ചെയ്ത് അല്ലെങ്കിൽ പതപ്പിച്ചാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുക. സൾഫൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക. മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എന്നാണ് പറയുക. വെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നനയുക അല്ലെങ്കിൽ നനയ്ക്കുക എന്ന മീനിങ്ങാണ്. ഓറിനെ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് കൊണ്ട് വെറ്റ് ചെയ്യുന്നു, ഗ്യാങ്ങിനെ വേറെ ഒരു ലിക്വിഡ് കൊണ്ട് വെറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ഗ്യാങ് പാർട്ടിക്കിൾസിനെ വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യിക്കുന്നു. ഓർ പാർട്ടിക്കിൾസിനെ പൈൻ ഓയിൽ പോലുള്ള കളക്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ലിക്വിഡ് കൊണ്ട് വെറ്റ് ചെയ്യുന്നു. പൗഡേർഡ് ഓറിനെ വെള്ളവും പൈൻ ഓയിലും ആഡ് ചെയ്ത് എയർ ബബിൾ ചെയ്ത് അജിറ്റേറ്റ് ചെയ്യുക, ഇളക്കി മറിക്കുക. പൈൻ ഓയിൽ കൊണ്ട് വെറ്റ് ചെയ്യപ്പെട്ട ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന ഫ്രോത്തിൻ്റെ കൂടെ സർഫസിലേക്ക് എത്തും. വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യുന്ന ഗ്യാങ് പാർട്ടിക്കിൾസ് താഴേക്ക് സെറ്റിൽ ചെയ്യും. ഫ്രോത്തിൻ്റെ കൂടെ ട്രാപ്ഡായ ഓർ പാർട്ടിക്കിൾസ് മുകളിലുണ്ട്. ആ ഫ്രോത്ത് സ്കിം ഓഫ് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. അവിടെ നിന്ന് പ്യുവർ ഓറിനെ റിക്കവർ ചെയ്യുക. ഈ പ്രോസസ്സിൽ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് കൂടി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർ പാർട്ടിക്കിൾസിൻ്റെ വെള്ളം കൊണ്ടുള്ള വെറ്റിങ്ങിനെ തടയാൻ വേണ്ടി വേറെ ചില ലിക്വിഡുകൾ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് പൈൻ ഓയിൽ പോലുള്ള ലിക്വിഡ്സ് ആണ്. അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന ലിക്വിഡുകളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് കളക്റ്റേഴ്സ് എന്നാണ്. കളക്റ്റേഴ്സ്. അപ്പോൾ ഒരു കളക്ടറിന് എക്സാമ്പിളാണ് പൈൻ ഓയിൽ. വേറെ പല കെമിക്കൽസ് നമുക്ക് ആഡ് ചെയ്യാം. വേറൊരു കളക്ടറാണ് ക്സാന്തേറ്റ്. ഓർ നിങ്ങൾക്ക് ഫാറ്റി ആസിഡുകളെയും കളക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഫ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് സർഫസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകും, ഓർ താഴേക്ക് പോകും. അപ്പോൾ ഫ്രോത്ത് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സായിട്ട് നിങ്ങൾക്ക് ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യാം. ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്രോത്ത് സ്റ്റെബിലൈസറാണ് ക്രസോൾ. വേറൊന്നാണ് അനിലൈൻ. അപ്പോൾ ക്രസോളിനെയോ അനിലിനെയോ ഒക്കെ നിങ്ങൾക്ക് ഫ്രോത്ത് സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യാം. സൾഫൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ചില കേസിൽ ഓറും ഗ്യാങ്ങും സൾഫൈഡ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ സിങ്ക് സൾഫൈഡിൻ്റെയും ലെഡ് സൾഫൈഡിൻ്റെയും അങ്ങനെ വരുന്ന അവസരത്തിൽ
നമ്മൾ നോർമൽ കേസിലുള്ള ഫ്രോത്തിങ് നടത്തുമ്പോൾ രണ്ടും സൾഫൈഡ് ആയതുകൊണ്ട് രണ്ടുപേരും ഫ്രോത്തിൻ്റെ കൂടെ ടോപ്പിൽ കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൽ ഒരാളെ മാത്രം നമുക്ക് പ്രിഫറൻഷ്യലായിട്ട് ഫ്രോത്ത് ചെയ്യാനായിട്ട് ചില റിയേജൻസ്, കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മിക്സ്ഡ് സൾഫൈഡ് ഓറിലേക്ക് നമ്മൾ പൊട്ടാസ്യം സയനൈഡോ സോഡിയം സയനൈഡോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഫ്രോത്ത് ചെയ്യുക. സയനൈഡ് ആഡ് ചെയ്യുമ്പോൾ അതിലെ സിങ്ക് സൾഫൈഡ് സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. കോംപ്ലക്സ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രോത്ത് ചെയ്യപ്പെടില്ല. ഇനി പൈൻ ഓയിൽ ആഡ് ചെയ്ത് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ലെഡ് സൾഫൈഡ് മാത്രം സെലക്റ്റീവായിട്ട് ഫ്രോത്ത് ചെയ്യപ്പെട്ട് സർഫസിൽ കളക്ട് ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്ത പൊട്ടാസ്യം സയനൈഡ് പോലുള്ള കെമിക്കലുകളെ ഡിപ്രസൻറ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഡിപ്രസൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൾഫൈഡ് ഓറുകളുടെ മിക്സറിനെ പോലും സെപ്പറേറ്റ് ചെയ്യാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എക്സ്പ്ലനേഷൻ കൂടി വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. സൾഫൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. പ്രിഫറൻഷ്യൽ വെറ്റിംഗ് ആണ് അതിൻ്റെ ബേസിക് ടെക്നോളജി. ഓർ പാർട്ടിക്കിൾസിനെ കളക്ടേഴ്സ് കൊണ്ട് വെറ്റ് ചെയ്യുന്നു. ഗാങ് പാർട്ടിക്കിൾസിനെ വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യുന്നു. യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇവിടെ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫ്രോത്തിങ് ടാങ്ക്. ഫ്രോത്തിങ് ടാങ്കിൽ ഓറും വെള്ളവും കൂടി മിക്സ് ചെയ്യുന്നു. പൈൻ ഓയിൽ ആഡ് ചെയ്യുക. എയർ പാസ് ചെയ്തവനെ അജിറ്റേറ്റ് ചെയ്യുക. അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഫ്രോത്ത് ഉണ്ടാവുകയാണ്. ഫ്രോത്ത് ടോപ്പിലേക്ക് റൈസ് ചെയ്യുന്നു. അത് തൊട്ടടുത്തിരിക്കുന്ന ടാങ്കിലേക്ക് ഫ്രോത്ത് സ്കിം ഓഫ് ചെയ്യുന്നു. ആദ്യത്തെ ടാങ്കിൻ്റെ ഏറ്റവും താഴെയും നമുക്ക് സെറ്റിൽ ചെയ്ത ഗാങ് സെപ്പറേറ്റ് ചെയ്യാം. ഏറ്റവും താഴത്തേന്ന് ഗാങ് കളക്ട് ചെയ്ത് മാറ്റുന്നു. റൈറ്റ് സൈഡ് ടാങ്കിൽ നിന്ന് ഫ്രോത്ത് ടാപ്പ് ഔട്ട് ചെയ്ത് അവിടെ നോർ പാർട്ടിക്കിളിനെ റിക്കവർ ചെയ്യുന്നു. അപ്പോൾ ടെക്നിക്കൽ ടേംസ് എല്ലാം ഓർത്തിരിക്കുക. കളക്ടേഴ്സ്, ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്, ഡിപ്രസൻസ്. കോൺസെൻട്രേഷൻ്റെ ലാസ്റ്റ് മെത്തേഡ് ഒരു ഓഡ് വൺ ഔട്ടാണ്. ഒരു ഒറ്റയാൻ മെത്തേഡ് എന്ന് വിളിക്കാം. മെത്തേഡിൻ്റെ പേര് ലീച്ചിങ് എന്നാണ്. ഓഡ് വൺ ഔട്ടാണെന്ന് വിളിക്കാൻ കാരണം നമ്മൾ മുമ്പ് പഠിച്ച 3 പ്രോസസ്സുകളും ഗ്രാവിറ്റി സെപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ആ 3 ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷനാണ്. ലീച്ചിങ് ഒരേ ഒരു കെമിക്കൽ മെത്തേഡാണ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ലീച്ചിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഐഡിയ തരുന്നതിനായിട്ട്, അതൊരു കെമിക്കൽ മെത്തേഡൊന്നും അല്ലെങ്കിലും ഇപ്പോൾ പഞ്ചസാരയുടെ കൂടെ കാണപ്പെടുന്ന കല്ലും മണലും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്യൂട്ടബിൾ സോൾവൻ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിനകത്ത് ശുദ്ധമായ പഞ്ചസാര ഡിസോൾവ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് കല്ലും മണലും സോലുബിൾ അല്ല, അവരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക. ആ കിട്ടിയ സൊല്യൂഷനിൽ നിന്ന് പ്യുവർ പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്യുക.
വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇല്ല, എങ്കിലും ഏകദേശം ഈ ടെക്നിക്ക് വഴിയാണ് നമ്മൾ ലീച്ചിങ് വഴി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓർ ആൻഡ് ഇമ്പ്യൂരിറ്റി ഉള്ളതിൽ ഒരു സ്യൂട്ടബിൾ റിയേജൻ്റ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഓറിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. കെമിക്കലി റിയാക്ട് ചെയ്താണ് അവിടെ ഓറ് ഡിസോൾവ് ചെയ്യുക. ഇമ്പ്യൂരിറ്റീസ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക, കാരണം ആഡഡ് റിയേജൻറ്റിൽ ഇമ്പ്യൂരിറ്റീസ് സൊല്യൂബിൾ അല്ല. ആ കിട്ടിയ ഫിൽട്രേറ്റ് ചെയ്യുന്ന പ്യുവർ ഓറ് റിക്കവർ ചെയ്യുക. നമുക്ക് ഈ മെത്തേഡ് ഒരു എക്സാമ്പിൾ എടുത്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ബോക്സൈറ്റ് എന്ന് വിളിക്കുന്നത് അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ്. ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് വഴിയുള്ള കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ആ ലീച്ചിങ്ങിൻ്റെ കെമിസ്ട്രി ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ബോക്സൈറ്റിനെ അലൂമിന എന്നും വിളിക്കാം, Al2O3. ബോക്സൈറ്റിലേക്ക് നമ്മൾ ലീച്ചിങ് നടത്താൻ വേണ്ടി ആഡ് ചെയ്യുന്നത് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. അക്വസ് സൊല്യൂഷനകത്ത് നമ്മൾ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന ബോക്സൈറ്റ് ഇംപ്യൂർ ആണ് കേട്ടോ. ഇംപ്യൂർ ബോക്സൈറ്റ് ആണ് ഓർ അലൂമിനയാണ് കയ്യിലുള്ളത്. അതിൽ Al2O3 പ്യുവർ Al2O3 മാത്രം NaOHൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് ഡിസോൾവ് ചെയ്യും. കിട്ടുന്ന കോംപ്ലക്സിൻ്റെ ഫോർമുല NaAlOH 4 ടൈംസ് എന്നാണ്. സോഡിയം അലൂമിനേറ്റ് എന്ന് വിളിക്കാം. സോഡിയം അലൂമിനേറ്റ് സോലുബിളാണ്. അപ്പോൾ ഇംപ്യൂർ ബോക്സൈറ്റ് സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറി ഡിസോൾവ് ചെയ്തു. ഇമ്പ്യൂരിറ്റീസ് സോലുബിൾ അല്ല NaOHൽ, അവരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക. ഇനി അങ്ങനെ കിട്ടിയ സോഡിയം അലൂമിനേറ്റ് സൊല്യൂഷൻ എടുത്ത്, അതൊരു ബേസിക് സൊല്യൂഷനാണ്, അതിനെ അസിഡിഫൈ ചെയ്യാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് ബബിൾ ചെയ്യുക. കാർബൺ ഡയോക്സൈഡ് ബബിൾ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യുന്നുള്ളൂ. ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഒക്കെ ചെയ്യും. ഹൈഡ്രേറ്റഡ് അലൂമിന Al2O3 XH2O, അവിടെ വാട്ടർ ഹൈഡ്രേഷൻ വേരി ചെയ്യുന്നതുകൊണ്ടാണ് XH2 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ഇത് ഇൻസൊലുബിളാണ്, അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അവിടെ ബൈകാർബണേറ്റ് ആണ്, സോഡിയം ബൈകാർബണേറ്റ് ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അങ്ങനെ കിട്ടിയ ഹൈഡ്രേറ്റഡ് അലൂമിന ഫിൽട്ടർ ഔട്ട് ചെയ്ത് പുറത്തെടുക്കുക. അവനെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുക. ഏകദേശം 1470 കെൽവിൻ വരെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ കോമ്പൗണ്ട് അൺഹൈഡ്രസ് ആയിട്ട് മാറും. അത് Al2O3 അൺഹൈഡ്രസ് ഫോമിലേക്ക് മാറും. പ്ലസ് XH2O, വാട്ടർ ഹൈഡ്രേഷൻ പുറത്തു പോകും. ഇവിടെ കിട്ടിയ Al2O3 പ്യുവറാണ്, കാരണം നമ്മൾ സ്റ്റെപ്പ് 1 തന്നെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഇംപ്യൂർ അലൂമിന ലീച്ചിങ് വിത്ത് NaOH നടത്തി പ്യൂരിഫൈ ചെയ്തു. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ ഒരു കെമിക്കൽ മെത്തേഡ് ആണ് എന്നോർത്തോളുക ലീച്ചിങ്. ഇപ്പോൾ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസിലെ രണ്ടാം ഘട്ടമായ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലാണ്. എങ്കിലും നമ്മൾ ആ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന മൂന്നാം സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ, ഓറിനെ ചൂടാക്കുന്ന പ്രക്രിയകൾ നടത്താറുണ്ട്. ഇങ്ങനെയുള്ള
ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് പ്രധാനമായും 2 രീതിയിലാണുള്ളത്. ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളെ നമുക്ക് ഒന്നിനെ കാൽസിനേഷൻ എന്നും ഒന്നിനെ റോസ്റ്റിംഗ് എന്നും വിളിക്കാം. കാൽസിനേഷൻ എന്ന പ്രോസസ്സ് എയറിൻ്റെ ആബ്സൻസിൽ കണ്ടക്ട് ചെയ്യാം, ഓറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എയർ വേണമെന്ന് നിർബന്ധവുമില്ല, ഓർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിലും വേണമെങ്കിൽ നടത്താം. അപ്പോൾ കാൽസിനേഷൻ ഈസ് കണ്ടക്റ്റഡ് ഇൻ ദ ആബ്സൻസ് ഓർ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. കാൽസിനേഷൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഓറിനകത്ത് അടങ്ങിയിരിക്കുന്ന മോയ്സ്ചർ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതിനകത്ത് വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം, അതെല്ലാം ഹീറ്റ് ചെയ്യുമ്പം റിമൂവ് ചെയ്യപ്പെടും. ഹീറ്റ് ചെയ്യുമ്പം ഓറ് ഹൈഡ്രേറ്റഡ് ഫോം ആയിരുന്നുവെങ്കിൽ അതിൻ്റെ വാട്ടർ ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ട് അൺഹൈഡ്രസ് ആയിട്ട് മാറുകയും ചെയ്യും. മിക്കവാറും നമ്മൾ കാൽസിനേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് കാർബണേറ്റ് ഓറുകൾക്കാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ കാർബണേറ്റ് ഓറുകളും ഡീകമ്പോസ് ചെയ്തവരുടെ ഓക്സൈഡായിട്ട് മാറിക്കൊള്ളും. അപ്പോൾ കാൽസിനേഷൻ്റെ ചില എക്സാമ്പിൾസൊക്കെ പറയുവാണെങ്കിൽ സിങ്കിൻ്റെ ഒരു ഓറാണ് സിങ്ക് കാർബണേറ്റ്, കലാമൈൻ എന്ന് വിളിക്കും. കലാമൈൻ ഹീറ്റ് ചെയ്താൽ അത് തെർമലി ഡീകമ്പോസ് ചെയ്ത് സിങ്ക് ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ കലാമൈനെ സിങ്ക് ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടി കാൽസൈൻ ചെയ്താൽ മതി. ചില മിക്സ്ഡ് കാർബണേറ്റ് ഓറുകളുണ്ട്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റ്, ഡോളമൈറ്റ് എന്ന് പറയും. ഈ 2 കാർബണേറ്റ് ഓറുകളുടെ മിക്സറും ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡായിട്ട് മാറും, മഗ്നീഷ്യം കാർബണേറ്റ് മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറും, കാർബൺ ഡൈഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ കാർബണേറ്റ് ഓറുകളുടെ ഡീകമ്പോസേഷന് വേണ്ടി ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കാൽസൈൻ ചെയ്യാം. റോസ്റ്റിംഗ് പറയുമ്പോൾ എക്സസ് എയറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ റോസ്റ്റിംഗ് നടത്തുമ്പോൾ ഓറിനെ ഹീറ്റ് ചെയ്യുക. റോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം മോയ്സ്ചർ റിമൂവ് ചെയ്യാം ഹീറ്റ് ചെയ്ത്. റോസ്റ്റിങ്ങിനകത്ത് എയർ സപ്ലൈ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇമ്പ്യൂരിറ്റികളെ അവരുടെ വോളറ്റൈൽ ഓക്സൈഡ്സ് ആക്കി മാറ്റി റിമൂവ് ചെയ്യാം. ഇനി റോസ്റ്റിംഗ് നമ്മൾ പ്രധാനമായും കണ്ടക്ട് ചെയ്യുന്നത് സൾഫൈഡ് ഓറുകളുടെ ഓക്സിഡേഷന് വേണ്ടിയാണ്. റോസ്റ്റിംഗ് നടത്തി നിങ്ങൾക്ക് സൾഫൈഡുകളെ ഓക്സൈഡാക്കി മാറ്റാം. ചില സൾഫൈഡ് ഓറുകളെയൊക്കെ പരിചയപ്പെടുത്തിയാൽ സിങ്കിൻ്റെ തന്നെ സൾഫൈഡ് ഓറുണ്ട്, സിങ്ക് സൾഫൈഡ്, സിങ്ക് ബ്ലെൻഡ് എന്നൊക്കെ വിളിക്കും. സിങ്ക് സൾഫൈഡ് റോസ്റ്റിംഗ് നടത്തിയാൽ എയറിൻ്റെ പ്രസൻസിലാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് സിങ്ക് ഓക്സൈഡായിട്ട് മാറും, സൾഫർ ഡയോക്സൈഡായിട്ട് മാറിയിട്ട് എസ്കേപ്പ് ചെയ്യും. ലെഡിൻ്റെ ഒരു ഓറാണ് ലെഡ് സൾഫൈഡ്. ലെഡ് സൾഫൈഡ് ചൂടാക്കിയാലും റോസ്റ്റ് ചെയ്താൽ അത് ഓക്സിഡൈസ് ചെയ്ത് ലെഡ് ഓക്സൈഡായിട്ട് മാറും, സൾഫർ ഡയോക്സൈഡ് എസ്കേപ്പ് ചെയ്യും. കോപ്പറിൻ്റെ ഓറായ കോപ്പർ ഗ്ലാൻസും നമുക്ക് റോസ്റ്റ് ചെയ്ത് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ 2 ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. എക്സ്ട്രാക്ഷൻ എന്ന സ്റ്റെപ്പിന് മുമ്പുള്ള ചില ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇനി മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആണ് പറയുക. ഈ റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ കഴിയുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ ഓറുകളും
അവരുടെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഓക്സൈഡ് ഓറിൽ നിന്ന് മെറ്റലിനെ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഒരു ഓക്സൈഡ് ഓറിൽ നിന്ന് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് പലതുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും എക്കണോമിക്കലി വയബിളായ ചീപ്പസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് കോക്കാണ്, കാർബൺ. അപ്പോൾ ടിന്നിൻ്റെ ഓക്സൈഡ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതാണ് ഓറെങ്കിൽ, കോക്ക് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്താൽ ടിൻ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യപ്പെട്ട് ടിന്നായിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡോ കാർബൺ ഡയോക്സൈഡോ ഒക്കെ ഫോം ചെയ്യും. ലെഡ് ഓക്സൈഡ് ആണെങ്കിലും കോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലെഡ് ഒബ്റ്റെയിൻ ചെയ്യാം. അയൺ ഓക്സൈഡ് അവിടെയും പറ്റിയ റെഡ്യൂസിങ് ഏജൻറ്റ് കോക്ക് തന്നെയാണ്. അയൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ റെഡ്യൂസിങ് ഏജൻറ്റാണ് കോക്ക്. ഇപ്പോൾ ഓരോ മെറ്റാലിക് ഓക്സൈഡിനും അല്ലെങ്കിൽ മെറ്റാലിക് കോമ്പൗണ്ടിനും അതിൻ്റേതായ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ കണ്ടക്ട് ചെയ്യുന്ന മിക്കവാറും പല ഫർണസുകളൊക്കെ ഉണ്ട്. അയണിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെയാണ്. ആ ചൂളയുടെ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. ഈ എക്സ്ട്രാക്ഷൻ ടൈമിൽ നമ്മൾ ചില പ്രത്യേക റിയേജൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. റെഡ്യൂസിങ് ഏജൻറ്റ് മാത്രമല്ല, അഡീഷണലായിട്ട് വേറെ പല സബ്സ്റ്റൻസും ആഡ് ചെയ്യാറുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ അയണിൻ്റെ ഓറായ അയണിൻ്റെ ഓക്സൈഡും റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് കോക്കും നമ്മൾ ചൂളയ്ക്കകത്തേക്ക് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കാൽസ്യം കാർബണേറ്റും ആഡ് ചെയ്യാറുണ്ട്. ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഒന്ന് പറയുവാണ്. ഈ ആഡഡ് കാൽസ്യം കാർബണേറ്റ് ആ ഫർണസിനകത്തെ ഹൈ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഇതിൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ബേസിക്കാണ്. അതിൻ്റെ റോള് വേറൊന്നുമല്ല. അയൺ ഓറിൻ്റെ കൂടെ മിക്കവാറും കാണപ്പെടുന്നൊരു ഇമ്പ്യൂരിറ്റിയാണ്, ഗാങ് ആണ് സിലിക്ക, SiO2. കോൺസെൻട്രേഷൻ വഴി പൂർണ്ണമായിട്ടും നമുക്ക് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിനെ റിമൂവ് ചെയ്യാവുന്ന പർപ്പസോട് കൂടിയാണ് നമ്മൾ ഇവിടെ കാൽസ്യം ഓക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സിലിക്ക എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി അസിഡിക്കാണ്. അപ്പോൾ ഫർണസിനകത്ത് മെറ്റൽ എക്സ്ട്രാക്ഷൻ റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ബേസിക് കാൽസ്യം ഓക്സൈഡ് ഓറിൻ്റെ കൂടെ കാണപ്പെടുന്ന അസിഡിക് ഇമ്പ്യൂരിറ്റി ഗാങ് സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്ത് CaSiO3 കാൽസ്യം സിലിക്കേറ്റ് ആയിട്ട് മാറും. ഈ കിട്ടിയ കാൽസ്യം സിലിക്കേറ്റ് ഡെൻസിറ്റി വളരെ കുറഞ്ഞ, മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറഞ്ഞ ഒരു കെമിക്കലാണ്. ഫർണസിനകത്തുണ്ടാകുന്ന മോൾട്ടൺ അയണിൻ്റെ സർഫസിൽ കാൽസ്യം സിലിക്കേറ്റ് ഫ്ലോട്ട് ചെയ്യും. അവനവിടെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ സിലിക്ക എന്ന ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്തത്. ഇങ്ങനെ മെറ്റൽ എക്സ്ട്രാക്ഷൻ ടൈമിൽ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന അഡീഷണൽ സബ്സ്റ്റൻസുകൾക്ക് ഒരു കോമൺ നെയിമുണ്ട്. അവരെ ജനറലായിട്ട് നമ്മൾ ഫ്ലെക്സുകൾ എന്നാണ് വിളിക്കുക, ഫ്ലെക്സ്. അപ്പോൾ ഈ കേസിൽ കാൽസ്യം ഓക്സൈഡ് ഒരു ഫ്ലെക്സ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഫ്ലെക്സ് ഗ്യാങ്ങുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടിയ കാൽസ്യം സിലിക്കേറ്റ് പോലുള്ള ലൈറ്റ് വെയ്റ്റുള്ള മെൽറ്റിംഗ് പോയിൻ്റ് കുറഞ്ഞ കോമ്പൗണ്ടുകളെ കളക്റ്റീവായിട്ട് സ്ലാഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഗ്യാങ്ങിനെ സ്ലാഗ് ആക്കി റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ആഡ് ചെയ്യുക. ഫ്ലെക്സ് പ്ലസ് ഗ്യാങ് ഗീവ്സ് സ്ലാഗ്. ഈ ഫ്ലെക്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പം ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഒരു ബേസിക് ഫ്ലെക്സും, തിരിച്ച് ഗ്യാങ് ബേസിക് ആണെങ്കിൽ അസിഡിക് ഫ്ലെക്സും വേണം സെലക്ട് ചെയ്യാൻ.
എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന പാർട്ടും നമ്മൾ തീരുവാണ്. 3-ാം ഘട്ടം കഴിഞ്ഞു. ഇനി മെറ്റലർജിക്കൽ ഓപ്പറേഷൻ്റെ 4-ാം ഘട്ടമാണ് വരിക. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പ്യുവറായ മെറ്റൽ കയ്യിലുണ്ട്. ആ കിട്ടിയ മെറ്റലിൽ നിന്ന് ഇനിയുള്ള ഇമ്പ്യൂരിറ്റികളെ മാറ്റി മെറ്റലിനെ ഫർദർ പ്യൂരിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത്. ആ സ്റ്റെപ്പിനെ നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്നാണ് വിളിക്കുക. ഇവിടെ മെറ്റലിൻ്റെ നേച്ചർ ബേസ് ചെയ്ത് നമ്മൾ റിഫൈനിങ്ങിന് പല മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ലിക്വേഷനാണ്. മെറ്റലിനെ ലിക്വിഡാക്കി മാറ്റി പ്യൂരിഫൈ ചെയ്യുക എന്ന രീതിയേ ഉള്ളൂ. അപ്പോൾ മെറ്റൽ ലിക്വിഡായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റുകൾ വളരെ ലോ ആയിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് അങ്ങനെ മെൽറ്റ് ചെയ്യുന്ന ആളുകളാകരുത്. ഒരു സ്ലോപ്പിംഗ് സർഫസിൽ ടോപ്പിൽ ഇംപ്യൂർ മെറ്റൽ അങ്ങെടുത്ത് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റൽ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായതുകൊണ്ട് മെൽറ്റ് ചെയ്ത് താഴേക്ക് ഒഴുകിപ്പോരും. ഇമ്പ്യൂരിറ്റീസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാത്ത കമ്പോണൻറ്റുകളായിരിക്കും, അവർ ടോപ്പിൽ തന്നെ റീറ്റൈൻ ചെയ്യും. അങ്ങനെ എനിക്ക് ലിക്വിഡായിട്ട് മാറിയ മെറ്റലിനെ പ്യുവർ ഫോമിൽ കളക്ട് ചെയ്യാം. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന 2 മെറ്റലുകൾക്ക് എക്സാമ്പിളാണ് ലെഡ് ആൻഡ് ടിൻ. ഈ 2 പേരുടെ മിക്സറിനെയാണ് നമ്മൾ സോൾഡർ എന്ന അലോയി ഉണ്ടാക്കാനായിട്ട്, ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയിയാണ് സോൾഡർ. അപ്പോൾ ടിന്നും ലെഡ് നമുക്ക് ലിക്വേഷൻ വഴി റിഫൈൻ ചെയ്യാം. റിഫൈനിങ്ങിൻ്റെ അടുത്ത മെത്തേഡ് ഡിസ്റ്റിലേഷനാണ്. ചില മെറ്റൽസ്, സിങ്ക്, മെർക്കുറി പോലുള്ള മെറ്റൽസൊക്കെ വോളറ്റൈൽ മെറ്റൽസാണ്. ഇമ്പ്യൂരിറ്റീസ് നോൺ വോളറ്റൈൽ ആയിരിക്കണം. അപ്പോൾ ഇമ്പ്യൂർ മെറ്റൽ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റൽ വേപ്പറൈസ് ചെയ്ത് പുറത്ത് വരും. ഇമ്പ്യൂരിറ്റീസ് വേപ്പറൈസ് ചെയ്യില്ല, വോളറ്റൈൽ അല്ലാത്തതുകൊണ്ട്. പ്യുവർ മെറ്റലിൻ്റെ വേപ്പേഴ്സ് കളക്ട് ചെയ്ത് കൂൾ ചെയ്താൽ സോളിഡ് മെറ്റൽ ഒബ്റ്റെയിൻ ചെയ്യാം. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സിങ്ക് ആൻഡ് മെർക്കുറി. 3-ാമത്തെ മെത്തേഡ് പേര് സോൺ റിഫൈനിങ് എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പുറകെ കാണാം. സോൺ റിഫൈനിങ് വഴി നമ്മൾ എക്സ്ട്രാ പ്യുവർ മെറ്റൽസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം, ഇൻഡിയം ഇങ്ങനെയുള്ള മെറ്റൽസിൻ്റെ കോൺസെൻട്രേഷൻ റിഫൈനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ സോൺ റിഫൈനിങ് യൂസ് ചെയ്യുക. നമുക്കത് പുറകെ ഡീറ്റെയിൽ ചെയ്യാം. അടുത്ത മെത്തേഡ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്നാണ് വിളിക്കുക. മെറ്റൽ വോളറ്റൈൽ ആയിരിക്കില്ല, അവനെ ആദ്യം വോളറ്റൈൽ കോമ്പൗണ്ടാക്കി മാറ്റി റിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽസിന് എക്സാമ്പിളുകൾ നിക്കൽ, ടൈറ്റാനിയം, സിർക്കോണിയം തുടങ്ങിയ മെറ്റൽസാണ്. അത് നമുക്ക് ഇക്വേഷൻസ് വഴി പുറകെ ഡീറ്റെയിൽ ചെയ്യാം. റിഫൈനിങ്ങിൻ്റെ ലാസ്റ്റ് മെത്തേഡ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. ഇലക്ട്രോളൈസ് ചെയ്ത് റിഫൈൻ ചെയ്യുക. കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ മെറ്റൽസ്, അലുമിനിയം ഒക്കെ നമുക്കിങ്ങനെ പ്യൂരിഫൈ ആവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു മെക്കാനിസം സോൺ റിഫൈനിങ്ങിൻ്റേതാണ്. സോൺ റിഫൈനിങ്ങിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ജർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം, ഇൻഡിയം തുടങ്ങിയ മെറ്റൽസിനാണ് നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ബേസിക് ഐഡിയ വേറൊന്നുമല്ല,
ഇമ്പ്യൂരിറ്റീസിന് മെറ്റലിൻ്റെ സോളിഡ് സ്റ്റേറ്റിനേക്കാൾ മോൾട്ടൺ സ്റ്റേറ്റിലാണ് നിൽക്കുന്നതിന് താല്പര്യം കൂടുതൽ. അപ്പോൾ ഒരു മെറ്റലിനകത്ത് അടുത്തടുത്ത സോണുകളിൽ ഒരു പാർട്ട് സോളിഡും തൊട്ടടുത്ത പാർട്ട് മോൾട്ടൺ മെറ്റലും ആണെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉറപ്പായിട്ടും ആ മോൾട്ടൺ പാർട്ടിലാണ് സ്റ്റേ ചെയ്യുക. മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്നത് പ്യൂരിഫൈ ചെയ്യേണ്ട മെറ്റലിനെ ഒരു തിൻ റോഡ് ആക്കി മാറ്റുക, അതിനെ ഒരു ഇനേർട്ട് ചേമ്പറിനകത്ത് എടുത്തിട്ട് ആ മെറ്റലിൻ്റെ ഒരെൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഒരു സർക്കുലാർ ഹീറ്റർ കോയിൽ വളരെ സാവകാശം മൂവ് ചെയ്യുക. ഹീറ്റർ കോയിൽ കടന്നു പോകുന്ന ഭാഗത്ത് മെറ്റൽ മെൽറ്റ് ചെയ്ത് വരും. തൊട്ടിപ്പുറമുള്ള പാർട്ടുകൾ അത് ആദ്യം കടന്നു പോയ ഏരിയ സോളിഡ് സ്റ്റേറ്റിലും ആയിരിക്കും. അപ്പോൾ ഹീറ്റർ കോയിൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണല്ലോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് മെറ്റൽ മെൽറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇമ്പ്യൂരിറ്റീസും ആ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. ഈ പ്രക്രിയ ഒരൊറ്റ ഡയറക്ഷൻ തന്നെ പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റർ കോയിൽ നമ്മൾ ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്തത് ആ എൻഡ് ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞുകൂടും. ആ എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഉള്ള മെറ്റൽ എക്സ്ട്രാ പ്യുവറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹീറ്റർ കോയിൽ ടോപ്പ് എൻഡിൽ നിന്ന് താഴേക്ക് പതുക്കെ മൂവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഹീറ്റർ കോയിൽ കൊണ്ടുവന്ന ഡയറക്ഷനിൽ ഇമ്പ്യൂരിറ്റീസ് ഒഴുകിപ്പോരുകയാണ്. ഈ പ്രോസസ്സ് ടോപ്പ് ടു ബോട്ടം പലതവണ റിപ്പീറ്റ് ചെയ്താൽ ബോട്ടം പാർട്ടിലേക്ക് ഇമ്പ്യൂരിറ്റീസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഇമ്പ്യൂർ എന്തെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. റിഫൈനിങ്ങിൻ്റെ അടുത്ത കാര്യം ഡീറ്റെയിൽ ചെയ്യേണ്ടത് വേപ്പർ ഫേസ് റിഫൈനിങ് ആണ്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. നമ്മൾ അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നൊരു മെറ്റലിന് എക്സാമ്പിൾ അങ്ങ് പറയാം. നിക്കൽ എന്ന മെറ്റൽ, ആ മെറ്റൽ ഇറ്റ്സെൽഫ് സിങ്ക് പോലെ മെർക്കുറി പോലെ ഒന്നും വോളറ്റൈലല്ല. നമ്മൾ ആദ്യം ഈ മെറ്റലിനെ ഒരു വോളറ്റൈൽ കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ആ കിട്ടിയ കോമ്പൗണ്ട് ഡിസ്ലൗട്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടിയ കോമ്പൗണ്ടിനെ തെർമലി ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു. നിക്കൽ തന്നെ എടുത്ത എക്സാമ്പിളായിട്ട് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിക്കലിനെ വേപ്പർ ഫേസ് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇംപ്യുവർ നിക്കലുണ്ട്. അത് നോൺ വോളറ്റൈലാണ്. നിക്കൽ ഫോം ചെയ്യുന്നൊരു വോളറ്റൈൽ കോമ്പൗണ്ട് നിക്കൽ ടെട്രാ കാർബണൈലാണ്. ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. നിക്കൽ 4 മോളിക്യൂൾ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്റ്റ് ചെയ്യിപ്പിച്ച് നിക്കൽ ടെട്രാ കാർബണൈൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു. നിക്കൽ ടെട്രാ കാർബണൈൽ ഒരു വോളറ്റൈൽ കോമ്പൗണ്ടാണ്. അപ്പോൾ ഒരു ചേമ്പറിനകത്താണ് നിങ്ങൾ ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ചേമ്പറിൽ പൗഡേർഡ് ഇംപ്യൂർ നിക്കൽ എടുക്കുന്നു. അതിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ പ്യുവർ നിക്കൽ മാത്രം കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് വോളറ്റൈൽ നിക്കൽ ടെട്രാ കാർബണൈൽ ഫോം ചെയ്യുന്നു. അത് വോളറ്റൈൽ ആയതുകൊണ്ട് ചേമ്പറിന് പുറത്തേക്ക് ഡിസ്റ്റിൽ ഔട്ട് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് ചേമ്പറിൽ തന്നെ കിടന്നോളും. പുറത്ത് വരുന്ന ടെട്രാ കാർബണിൽ നിക്കൽ വേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നു.
ടെട്രാ കാർബണൈൽ നിക്കൽ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ അല്ലാത്ത ഒരു കോമ്പൗണ്ടാണ്. അവനെ ഫർദർ ഹീറ്റ് ചെയ്ത് നിക്കലും കാർബൺ മോണോക്സൈഡുമായിട്ട് ഡീകമ്പോസ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ നിക്കൽ ഹൈലി പ്യുവറായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെടുത്ത ഇംപ്യൂർ നിക്കലിനെ പ്യുവർ നിക്കലാക്കി മാറ്റി ബൈ വേപ്പർ ഫേസ് റിഫൈനിങ്. ഇങ്ങനെ നിക്കലിനെ ടെട്രാ കാർബണൈൽ നിക്കലാക്കി വേപ്പർ ഫേസ് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് മോൺസ് പ്രോസസ് എന്നാണ്. മോൺസ് പ്രോസസ്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിന് വേറെ ചില മാർഗങ്ങളോട് പറയുന്നുണ്ട്. അത് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയമാണ്. ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയം. ഈ രണ്ട് എലമെൻസും നമ്മൾ ഒരേ രീതിയിലാണ് വേപ്പർ ഫേസ് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യുക. ടൈറ്റാനിയം എന്ന് പറയുന്നത് ഇംപ്യൂർ ഫോം നമ്മുടെ കയ്യിലുണ്ട്. അത് വോളറ്റൈലല്ല. അവനെ വോളറ്റൈലാക്കി മാറ്റുന്നതിനായിട്ട് അയഡിനുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. 2 മോൾസ് അയഡിനാണ് ടൈറ്റാനിയം കൺസ്യൂം ചെയ്യുന്നത്. കിട്ടുന്ന വോളറ്റൈൽ കോമ്പൗണ്ട് ടൈറ്റാനിയം ടെട്രാ അയോഡൈഡാണ്. ഇത് വോളറ്റൈൽ ആയതുകൊണ്ട് ചേമ്പറിന് പുറത്തേക്ക് ഡിസ്റ്റിൽ ഔട്ട് ചെയ്യും. അങ്ങനെ വരുന്ന ടൈറ്റാനിയം ടെട്രാ അയോഡൈഡ് വേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നു. ഇതും തെർമലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കോമ്പൗണ്ടാണ്. അവനെ ഹീറ്റ് ചെയ്ത് പ്യുവർ ടൈറ്റാനിയം ഒബ്റ്റെയിൻ ചെയ്യാം. അയഡിൻ റിക്കവർ ചെയ്യാം. സിർക്കോണിയം നമ്മൾ ഇതേപോലെ തന്നെ ടെട്രാ അയോഡൈഡാക്കി മാറ്റിയാണ് റിഫൈൻ ചെയ്യുക. ഇങ്ങനെ ടൈറ്റാനിയത്തെയും സിർക്കോണിയത്തെയും അയോഡൈഡാക്കി മാറ്റി റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു പേരുണ്ട്. പ്രോസസ്സിൻ്റെ പേര് വാൻ ആർക്കൽ മെത്തേഡ് എന്നാണ്. വാൻ ആർക്കൽ മെത്തേഡ്. അപ്പോൾ മോൺസ് പ്രോസസ് വഴി നിക്കലും വാൻ ആർക്കൽ മെത്തേഡ് വഴി ടൈറ്റാനിയവും സിർക്കോണിയം നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. റിഫൈനിങ്ങിൻ്റെ ലാസ്റ്റ് മെത്തേഡ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. കോപ്പർ പോലുള്ള എലമെൻറ്റുകൾ നമുക്ക് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യാം. കോപ്പറോ സിൽവറോ ഗോൾഡോ അലുമിനിയോ ഒക്കെ നമുക്ക് ഈ മാർഗം വഴി റിഫൈൻ ചെയ്യാം. അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നപ്പോൾ കോപ്പറാണ് റിഫൈൻ ചെയ്യേണ്ടതെങ്കിൽ പ്യൂരിഫൈ ചെയ്യേണ്ട ഇംപ്യൂർ കോപ്പറിൻ്റെ വലിയ ബ്ലോക്കുകൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ആനോഡായിട്ട് ഫിക്സ് ചെയ്യുന്നു. പ്യുവർ കോപ്പർ മെറ്റലിനെ കാഥോഡായിട്ട് ഫിക്സ് ചെയ്യുന്നു. ഈ ഇലക്ട്രോഡ്സ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് കോപ്പറിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റിലാണ്. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനോഡിലുള്ള പ്യുവർ കോപ്പർ മെറ്റൽ ഡിസോൾവ് ചെയ്ത് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ പ്യൂരിഫൈ എന്ന മെത്തേഡിൻ്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. അപ്പോൾ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസിൻ്റെ ജനറൽ പ്രോസസ്സുകളാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് സെലക്റ്റീവായിട്ടൊരു മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെറ്റൽ വേറെ ആരുമല്ല, അലുമിനിയമാണ്. അലുമിനിയം എക്സ്ട്രാക്ഷൻ. അലുമിനിയം എക്സ്ട്രാക്ഷന് അലുമിനിയത്തിൻ്റെ മെയിൻ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റാണ്. ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീച്ചിങ് എന്ന കെമിക്കൽ മെത്തേഡ് വഴിയാണ്. ലീച്ചിങ് ബൈ ഹോട്ട് കോൺസെൻട്രേറ്റഡ്
സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലാണ്. ലീച്ചിങ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പ്യുവർ ബോക്സൈറ്റ് Al2O3 കയ്യിലുണ്ട്. ആ പ്യുവർ ബോക്സൈറ്റിൽ നിന്ന് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ വഴിയാണ് നമ്മൾ അലുമിനിയം ഒബ്റ്റെയിൻ ചെയ്യുക. അതിനുള്ളൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിനെ നമ്മൾ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നാണ് വിളിക്കുക. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സിൽ ഇലക്ട്രോളിസിസ് നടത്തുന്നതിന് വേണ്ടി ഒരു അയൺ ടാങ്കാണ് നമ്മുടെ കയ്യിലുള്ളത്, ഒരു അയൺ വെസൽ. ആ അയൺ വെസലിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ ഒരു കറുത്ത കോട്ടിംഗ് അവിടെ കാണിക്കുന്നുണ്ട്. അത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കോട്ടിംഗ് ആണ്. ആ അയൺ ടാങ്കിൻ്റെ ഇന്നർ കോട്ടിംഗ് ആയ ഗ്രാഫൈറ്റ് കോട്ടിംഗ് ആണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമുക്ക് ഇലക്ട്രോലൈസ് ചെയ്യേണ്ടത് പ്യുവർ അലുമിന Al2O3 ആണ്. നമ്മൾ ആ അലൂമിനയുടെ കൂടെ മറ്റ് ഒരു അലുമിനിയം കോമ്പൗണ്ടായ ക്രയോളൈറ്റ് എന്ന് പറയും. Na3Al(F6) ആണ് ക്രയോളൈറ്റിൻ്റെ ഫോർമുല. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഒരു മോൾട്ടൺ മിക്സറാണ്. മോൾട്ടൺ മിക്സർ ഓഫ് അലുമിന ആൻഡ് ക്രയോളൈറ്റ് ആണ്. അലൂമിനയുടെ കൂടെ നമ്മൾ ക്രയോളൈറ്റ് മിക്സ് ചെയ്യുന്നത് അലൂമിനയുടെ മെൽറ്റിംഗ് പോയിൻ്റ് കുറയ്ക്കുന്നതിനും അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിനുമായിട്ടാണ്. സോ ഇലക്ട്രോലൈറ്റ് ഈസ് എ മോൾട്ടൺ മിക്സർ ഓഫ് പ്യുവർ അലൂമിന ആൻഡ് ക്രയോളൈറ്റ്. ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് റോഡുകൾ തന്നെയാണ്, അല്ലെങ്കിൽ കാർബൺ റോഡുകളാണ്. ആ കാർബൺ റോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഡിസൈൻ എന്ന് പറയുക. ഇവിടെ നടക്കുന്ന ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിനെ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരൊറ്റ ഇക്വേഷനായിട്ട് അങ്ങ് റെപ്രസെൻ്റ് ചെയ്യാം. യൂസ് ചെയ്ത Al2O3 അതിൻ്റെ ഇലക്ട്രോളിസാണ് പറയുക. അത് കാർബൺ ആനോഡുകളുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഓക്സിജൻ കോമ്പിനേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യും. അലുമിനിയം ഫ്രീ ആകും. ഇങ്ങനെ ഉണ്ടാവുന്ന അലുമിനിയം ആ ഒരു സെല്ലിനകത്തെ ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. ഇലക്ട്രോലൈറ്റിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് മോൾട്ടൺ അലുമിനിയത്തിന്. അതുകൊണ്ട് മോൾട്ടൺ അലുമിനിയം ആ സെല്ലിൻ്റെ ഏറ്റവും താഴെ സെറ്റിൽ ചെയ്യും. അവിടെ നിന്ന് പ്രത്യേക ടാപ്പുകൾ കൊണ്ട്, പ്ലഗുകൾ കൊണ്ട് നമുക്ക് മോൾട്ടൺ അലുമിനിയം ടാപ്പ് ഔട്ട് ചെയ്യാം. ഇതാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം. ഇവിടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കാർബൺ ആനോഡുകളെ നമുക്ക് സമയാസമയങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അതിന് കാരണം വേറൊന്നുമല്ല, ആ കാർബൺ ആനോഡിൽ ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓക്സിജൻ ഗ്യാസ് കാർബണെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ കാർബൺ ആനോഡുകൾ ഓക്സിഡൈസ് ചെയ്ത് തീർന്നു പോകുന്നതുകൊണ്ട് സമയാസമയങ്ങളിൽ പുതിയ കാർബൺ ആനോഡുകളെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അടുത്തത് അയണിൻ്റെ എക്സ്ട്രാക്ഷനാണ് പറയുക. അയണിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫർണസിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് വിളിക്കുക. ബ്ലാസ്റ്റ് ഫർണസിൽ ആ ഫർണസിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നത്, ചൂളയ്ക്കകത്തേക്ക് ആഡ് ചെയ്യുന്നത് അയണിൻ്റെ ഓറ്
റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കോക്ക് ലൈംസ്റ്റോൺ. കോക്ക് ആണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ലൈംസ്റ്റോൺ ആഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് ഓർ ലൈംസ്റ്റോൺ ഡിക്കമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡായിട്ട് മാറും. ആ കാൽസ്യം ഓക്സൈഡ് അയൺ ഓറിൻ്റെ കൂടെ കാണുന്ന ഇമ്പ്യൂരിറ്റിയായ സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ആയിട്ട് മാറും. ആ സ്ലാഗിനെ നമുക്ക് ടാപ്പ് ഔട്ട് ചെയ്ത് കളയാം. ഫർണസിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് കോക്ക് ആണെങ്കിലും ഫർണസിൽ ഫോം ചെയ്യുന്ന കാർബൺ മോണോക്സൈഡാണ് മെയിൻ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. പല സ്റ്റെപ്പിലാണ് ഈ പ്രോസസ്സ് നടക്കുക. അയൺ ഓക്സൈഡിൻ്റെ റിഡക്ഷൻ വഴി ഉണ്ടാവുന്ന മോൾട്ടൺ അയോൺ ഫർണസിൻ്റെ ഏറ്റവും താഴെ സെറ്റിൽ ചെയ്യും. ഫർണസിൻ്റെ ഏറ്റവും താഴെ നമുക്ക് മോൾട്ടൺ അയൺ ടാപ്പ് ഔട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകളിൽ നമ്മൾ ആദ്യം കണ്ടിരുന്നു ഓരോ മെറ്റാലിക് ഓക്സൈഡിനും ഓരോ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ റെഡ്യൂസിങ് ഏജൻറ്റ് ഏത് ടെമ്പറേച്ചറിലാണ് റെഡ്യൂസ് ചെയ്യുക, ഒന്നിലധികം റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിലാരാണ് മെറ്റലിന് ഏറ്റവും സ്യൂട്ടബിൾ എന്നൊക്കെ അറിയേണ്ടത് ഇൻഡസ്ട്രിയലായിട്ട് ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ സ്യൂട്ടബിലിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില തെർമോ കെമിക്കൽ ഡയഗ്രംസ് ഉണ്ട്. നമുക്ക് ആ ഡയഗ്രങ്ങളെ എല്ലിംഗ്ഹാം ഡയഗ്രം എന്ന് വിളിക്കാം. എല്ലിംഗ്ഹാം ഡയഗ്രം വളരെ ബ്രീഫ് ചെയ്ത് പറയുവാണെങ്കിൽ എല്ലിംഗ്ഹാം ഡയഗ്രം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പുറകെ പറയാം. ഡെൽറ്റ ജി നോട്ട് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയും. ഡെൽറ്റ ജി സീറോ എഗൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണ് എല്ലിംഗ്ഹാം ഡയഗ്രം എന്ന് വിളിക്കുക. വൈ ആക്സിൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും എക്സ് ആക്സിൽ ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്യുക. ഈ ഡയഗ്രം പ്ലോട്ട് ചെയ്യുന്നത് ഒരു എലമെൻറ്റ് ഓക്സിഡൈസ് ചെയ്ത് ഓക്സൈഡായിട്ട് മാറുന്ന റിയാക്ഷൻസിൻ്റെയാണ് നമ്മൾ ഡെൽറ്റ ജി സീറോ എഗൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ ഫീസിബിൾ ആകണമെങ്കിൽ ആ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി വാല്യൂ, ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് വാല്യൂ നെഗറ്റീവ് ആവണമെന്ന് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. എല്ലിംഗ്ഹാം ഡയഗ്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു റിഡക്ഷൻ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പം സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, ഏത് ടെമ്പറേച്ചറിലാണ് റിഡക്ഷൻ ഒക്കർ ചെയ്യുക എന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ്. നമുക്ക് ആ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി ഒരു റിയാക്ഷൻ എടുക്കാം. അയൺ ഓക്സൈഡ് ഒരു മെറ്റാലിക് ഓക്സൈഡാണ്. റെഡ്യൂസ് ചെയ്യപ്പെട്ട് അയണും ഓക്സിജനുമായിട്ട് മാറുന്ന റിയാക്ഷൻ ബാലൻസ് ചെയ്താൽ 2FeO 2Fe. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി വാല്യൂ, ഫ്രീ എനർജി ചേഞ്ച് വാല്യൂ, സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് +341 കിലോ ജൂൾസ് പെർ മോളാണ്. എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല, നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന റിയാക്ഷൻ അല്ല എന്നാണ് അർത്ഥം. ഡെൽറ്റ ജി നെഗറ്റീവ് വരുന്ന റിയാക്ഷൻസ് ആണ് സ്പോണ്ടേനിയസ്. മറ്റ് ഒരു റിയാക്ഷൻ ഒന്ന് ആലോചിക്കുന്നു. കാർബൺ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ മോണോക്സൈഡായിട്ട് മാറുന്ന റിയാക്ഷൻ. ഇക്വേഷൻ ബാലൻസ് ചെയ്താൽ 2CO on 2C. ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് വാല്യൂ
-447 കിലോ ജൂൾസ് പെർ മോളാണ്. ഡെൽറ്റ ജിയുടെ നെഗറ്റീവ് സൈൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് റിയാക്ഷൻസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതി. അതിൽ ഫസ്റ്റ് വൺ നോൺ സ്പോണ്ടേനിയസ് ആണ്, സെക്കൻഡ് വൺ സ്പോണ്ടേനിയസ് ആണ്. ഞാൻ ഈ രണ്ട് റിയാക്ഷൻസിനെ ഒന്ന് കപ്പിൾ ചെയ്യുകയാണ്. ഈ രണ്ടും കൂടി ക്ലബ് ചെയ്ത് നടത്തുകയാണെങ്കിൽ ഇക്വേഷൻസിനെ ആഡ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 and 2 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കോമൺ ടേംസ് എനിക്ക് വെട്ടിക്കളയാം. ഓവറോൾ റിയാക്ഷൻ 2FeO plus 2C gives 2Fe plus 2CO. ഈ റിയാക്ഷൻ്റെ ഓവറോൾ ഡെൽറ്റ ജി വാല്യൂ -106 കിലോ ജൂൾസാണ്. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഫീസിബിൾ ആണ് എന്നർത്ഥം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിയാക്ഷൻ നടത്തിയപ്പം ഫസ്റ്റ് റിയാക്ഷൻ ഫീസിബിൾ അല്ലായിരുന്നു. പക്ഷെ ക്ലബ് ചെയ്ത് കപ്പിൾ ചെയ്ത് റിയാക്ഷൻ 1 and 2 നടത്തിയാൽ നിങ്ങൾക്ക് അയൺ ഓക്സൈഡിനെ അയണാക്കി മാറ്റാം, കാർബൺ മോണോക്സൈഡാക്കി മാറ്റാം. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻ നടത്തി നിങ്ങൾക്ക് നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻസിനെ സ്പോണ്ടേനിയസ് ആക്കി മാറ്റാം. ഡെൽറ്റ ജി നെഗറ്റീവായ റിയാക്ഷൻ്റെ എക്സ്പെൻസിൽ ഡെൽറ്റ ജി പോസിറ്റീവായ റിയാക്ഷൻ നിങ്ങൾക്ക് കണ്ടക്റ്റ് ചെയ്യാം. ഇതിൻ്റെ സ്പോണ്ടേനിറ്റിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ തരുന്ന ഡയഗ്രമാണ് നമ്മൾ എല്ലിംഗ്ഹാം ഡയഗ്രം എന്ന് വിളിക്കുക. അയൺ എന്ന് പറയുന്ന മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉള്ള സെപ്പറേറ്റ് എല്ലിംഗ്ഹാം ഡയഗ്രമാണ് നമ്മൾ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് y ആക്സിലും അബ്സല്യൂട്ട് ടെമ്പറേച്ചർ x ആക്സിലും പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയൺ ഓക്സൈഡായിട്ട് മാറുന്ന റിയാക്ഷൻ്റെ ഡെൽറ്റ ജി ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന ഈ ഗ്രാഫ് കാർബൺ മോണോക്സൈഡായിട്ട് മാറുന്ന റിയാക്ഷനാണ്. ഈ രണ്ട് ഗ്രാഫുകളുടെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ പരിഗണിച്ചിട്ട് ഈ കപ്പിൾഡ് റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിലാണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഇൻഡസ്ട്രിയലായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു ഡയഗ്രമാണ് എല്ലിംഗ്ഹാം ഡയഗ്രം.